എൻ്റെ ഇളയവൻ പറഞ്ഞാണ് പപ്പ 14 വർഷം കൊണ്ട് പപ്പയ്ക്ക് ഒരു അപ്ഗ്രേഷനും ഇല്ല. പപ്പ ഇവിടെ ജീവിതത്തിൽ തോറ്റു. ഇനി ഒരു അപ്ഗ്രേഡ് ചെയ്തതിന് ശേഷം മാത്രമേ ഇനി ഇവിടെ നാട് വിടാളൂ. നല്ലൊരു മടിയനാണെങ്കിൽ മാത്രമേ ഇതിൽ വിജയിക്കാൻ പറ്റൂ. തുടങ്ങുമ്പോൾ രാജാവായിട്ട് തന്നെ മതി. നമ്മളെന്തിന് പിച്ചക്കാനായിട്ട് തുടങ്ങണം, രാജാവായിട്ട് പോകാടാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ ടോയ്ക്കിങ് എന്നുള്ള പേര് വന്നത്. കഷ്ടപ്പെട്ട് തന്നെയാണ് ഞാൻ നേടിയെടുത്തത്. എൻ്റെ മക്കളൊന്ന് രക്ഷപ്പെട്ട എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമുണ്ട്, ബുള്ളറ്റിൽ ഇന്ത്യ മുഴുവൻ കറങ്ങുക. എൻ്റെ പേര് അനിൽ ജെ ബാബു എന്നാണ്. ഞാൻ ടോയ്ക്കിങ് എന്നൊരു സ്ഥാപനം നടത്തുന്നത് തിരുവനന്തപുരത്ത് ആനേറ ലോഡ്സ് ഹോസ്പിറ്റലിനടുത്താണ് എൻ്റെ ഷോപ്പ്. ഇത് തുടങ്ങിയിട്ടൊരു 10-14 വർഷമായി. ഇത് പണി പഠിച്ചത് എൻ്റെ മക്കൾക്ക് വേണ്ടി പഠിച്ചതാണ്. അതായത് വാങ്ങിച്ചു കൊടുക്കാൻ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് തുടങ്ങിയൊരു പഠിച്ചൊരു പണിയാണ്. ഇപ്പോൾ ഇതാണ് എൻ്റെ ജീവിതമാർഗ്ഗം. ആദ്യകാലങ്ങളിൽ നമുക്കിത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഒരു 2-2.5 വർഷത്തോളം ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാൻ വർക്ക് കുറവായിരുന്നു, വല്ലപ്പോഴും കിട്ടുന്ന ഒരു വർക്കാണ്. അപ്പോൾ ഞാൻ ഈ വർക്ക്ഷോപ്പ് തുടങ്ങാനായിട്ട് ആ ബിൽഡിംഗ് കൊണ്ട് മുരളിയാമൻ്റെ അടുത്ത് ഒന്ന് കട ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് എന്തിനാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അമ്മ കളിപ്പാടം നന്നാക്കുള്ള കടയാണെന്ന് പറഞ്ഞു. മാമൻ്റെ അടുത്ത് വെച്ചെന്ന് കഴിഞ്ഞാൽ എടാ 10,100 രൂപയുടെ വണ്ടി നന്നാക്കിയിട്ട് നീ കുടുംബം എങ്ങനെ ജീവിക്കൂടെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു മാമ 2,000 രൂപയല്ല, ഇപ്പോൾ 10,000-15,000 രൂപയുടെ വണ്ടികളുണ്ട്. ഇപ്പോൾ അത് നന്നാക്കിയാണ്. ഇത് വീട്ടുകാരെന്ന് മാത്രമല്ല നാട്ടുകാരും അങ്ങനെ തന്നെ. നമ്മളൊരു സംരംഭം തുടങ്ങാൻ പോയാൽ നമ്മൾ നിരുത്സാഹപ്പെടുത്താനാണ് 99% പേര്. 1% നമ്മളെ കൂടെ നിൽക്കുകയുള്ളൂ. ഇനി ആ 1% നിൽക്കുകയോ 0.5% നിൽക്കുകയോ നമ്മളെടുക്കുന്ന തീരുമാനം അത് ഉറച്ചതാണെങ്കിൽ മാത്രമേ വിജയിക്കൂ. അത് എൻ്റെ അനുഭവത്തിൽ ഞാൻ പറഞ്ഞതാണ്. നമ്മൾ എടുക്കുന്ന തീരുമാനം ഉറച്ചതാണ്. നമ്മൾ അതിൽ നിന്ന് അണുചില മാറൂല എന്ന് ദൈവത്തിന് തോന്നിയാൽ ദൈവം നമ്മളെ കൂടെ നിൽക്കും, ഇല്ലെങ്കിൽ നിൽക്കില്ല. അതെൻ്റെ അനുഭവം കൊണ്ട് പറയാണ്. 2.5 വർഷം ഞാൻ കിടന്ന് പൊടി തിന്നിട്ട് എന്നുവേണം പറയാം. കാരണം ഞാൻ കടയിൽ ഒരു മനുഷ്യരില്ല. ഞാൻ അവിടെ ഇരുന്ന് ഞാൻ അവിടെ കുത്തിയിരുന്ന് വളർത്തിയെടുത്തൊരു സ്ഥാപനമാണ് ഇത്. കഷ്ടപ്പെട്ട് തന്നെയാണ് ഞാൻ നേടിയെടുത്തത്. പിന്നെ ഭാര്യ അത് പ്രധാന ഘടകമാണ്. കാര്യം എന്ന് വെച്ചാൽ ഇന്ന് അത് വാങ്ങിക്കാൻ പൈസ ഇല്ലടി, നമ്മൾ 2 ദിവസം കഴിഞ്ഞാൽ പോരെ, നിങ്ങൾ ധൈര്യമായിട്ട് നിൽക്കി, നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞ് നമുക്കൊരു പോസിറ്റീവ് തന്നുകൊണ്ടിരുന്നതാണ് എൻ്റെ അപ്പനും എൻ്റെ ഭാര്യയും. പിന്നെ താമ്പാതി ദൈവം പാതി എന്നല്ല, നമ്മളെല്ലാം മുഴുവൻ ജോലി ചെയ്യണം. ചെയ്താൽ അങ്ങനെ കൂടെ നിൽക്കും, സഹായിക്കും. നമുക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യവും അതിൻ്റെ അവസരവും ദൈവം തരും. അല്ലാതെ ദൈവത്തിന് നമ്മളെ സാമ്പത്തിക സഹായിക്കാനൊന്നും പറ്റില്ല. ചോയ്സ് ഇല്ലാത്ത ഒരു വീടുമില്ല. കാരണം ഞാൻ പിള്ളേർ കിടന്ന് വഴക്ക് കൂടുമ്പോൾ പിണങ്ങുമ്പോൾ നമ്മളെന്തായാലും വാങ്ങിച്ചു കൊടുക്കും. പണി ഇഷ്ടം പോലെ കിട്ടും. കൊറോണ സമയത്ത് പോലും എനിക്ക് പണിക്കൊരു ബുദ്ധിമുട്ടില്ലായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും വലിയ വിഷമം, ഇത് ഞാൻ മരിച്ചു ഇത് നടത്തിക്കൊണ്ട ഒരാളില്ല. എനിക്ക് അങ്ങനെ ഒരാളെ കിട്ടിയാൽ കൊള്ളാമെന്നൊരാഗ്രഹമുണ്ട്, ഒരാളെ പഠിപ്പിച്ചെടുക്കണമെന്ന്. എൻ്റെ മക്കളൊന്ന് രക്ഷപ്പെട്ട എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമുണ്ട്, ഇന്ത്യ മുഴുവൻ കറങ്ങുക. ഇന്ത്യ മുഴുവൻ കറങ്ങാൻ ഞാനും എൻ്റെ ഭാര്യയും കൂടെ പോയിരിക്കും. അതിന് വേണ്ടി ഞാൻ എല്ലാ സജ്ജീകരണം ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഞാൻ ഇപ്പോൾ 53 വയസ്സായി. പിള്ളേരൊന്ന് രക്ഷപ്പെട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരാൻ വേണ്ടിയല്ല പോണത്, ആഗ്രഹവും ഇല്ല തിരിച്ചു വരണമെന്ന്. അത് കഴിഞ്ഞ് ബുള്ളറ്റിൽ ഇന്ത്യ മുഴുവൻ കറങ്ങുക, അതാണ് അടുത്ത ലക്ഷ്യം. അതല്ല, ഇനി അതിന് ഒരു കാര്യം കൊണ്ടുണ്ട്. എൻ്റെ ഇളയവൻ പറഞ്ഞാണ് പപ്പ 14 വർഷം കൊണ്ട് പപ്പയ്ക്ക് ഒരു അപ്ഗ്രേഷനും ഇല്ല. പപ്പ ഇവിടെ ജീവിതത്തിൽ തോറ്റു. ഇനി ഒരു അപ്ഗ്രേഡ് ചെയ്തതിന് ശേഷം മാത്രമേ ഇനി ഇവിടെ നാട് വിടാളൂ. അതാണ് അവന്മാരുടെ ആഗ്രഹം. ഇനി ഒരു അപ്ഗ്രേഡിങ് എന്ന് പറഞ്ഞാൽ ഇത് കളിപ്പാട്ടത്തിൽ നിന്ന് മാറി ഇനി ഒരു വലിയ വണ്ടിയിലോട്ട്, രജിസ്ട്രേഷൻ ഇല്ലാത്ത വണ്ടികൾ ഒരുപാട് ഇറങ്ങുന്നുണ്ട്. അതിൻ്റെ ഏതെങ്കിലും ഒരു ഏജൻസിയോ അല്ലെ അതിൻ്റെ ഒരു വർക്ക്ഷോപ്പോ, ഇത് രണ്ടിൽ ഒരെണ്ണം കൂടെ തുടങ്ങിയിട്ട് മതിയാക്കാളൂ പരിപാടി വിടാറ്. കാര്യം എന്ന് പറഞ്ഞാൽ 14 വർഷം കൊണ്ട് ഞാൻ ഇപ്പോൾ സേഫ് എന്ന് പറയണേ നിന്നത് എൻ്റെ പിള്ളേരെന്നെ കളിയാക്കി. പപ്പ ഒരു സേഫ് എന്ന് ചിന്തിച്ചാൽ പപ്പ തോറ്റു എന്നാണ് അർത്ഥം. ഒരിക്കലും നമ്മൾ സേഫ് അല്ല എന്ന് ചിന്തിച്ചോണം ജീവിക്കുക. അത് പിള്ളേർ പഠിപ്പിക്കുന്ന പാഠമാണ്. ഇനി ഇതിൽ നിന്ന് ഒരു അപ്ഗ്രേഷൻ ഞാൻ പ്രതിജ്ഞ ചെയ്തിട്ടേ ഞാൻ ഇവിടെ മതിയാക്കുന്നത്. ഒരു അപ്ഗ്രേഷൻ എനിക്കുണ്ട്. ഇഷ്ടംപോലെ ചെറിയ കമ്പനികളുണ്ട്. അവരെ ഒരു സെയിൽസിൻ്റെ ഏജൻസി അല്ലെങ്കിൽ അവരെ ഒരു സർവീസ് എന്തെങ്കിലും ഒരെണ്ണം തുടങ്ങിയിട്ട് ഞാൻ ഈ ഫീൽഡ് മതിയാക്കിയിട്ട് ഈ വരണ ആര് വന്നാലും അവരെ ഞാൻ കൊടുക്കുകയും ചെയ്യും. ഫുൾ ടൂൾസോടെ. ഇതിന് പണിയെടുപ്പിക്കാൻ ഒരുപാട് ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട. ഞാൻ ഒരുപാട് ക്വാളിഫിക്കേഷൻ ഒന്നും എനിക്ക് ആഗ്രഹമുള്ള ഒറ്റ ക്വാളിഫിക്കേഷൻ ഉള്ളൂ, നല്ലൊരു മടിയനായിരിക്കണം. നല്ലൊരു മടിയനാണെങ്കിൽ മാത്രമേ ഇതിൽ വിജയിക്കാൻ പറ്റൂ. കാരണം ഒരു കംപ്ലയിൻറ്റ് വന്നാൽ ഇത് മൊത്തം വലിച്ചു പൊളിച്ച് നോക്കാതെ ആ കംപ്ലയിൻറ്റ് കണ്ടുപിടിച്ചാൽ അതിന് എളുപ്പ മാർഗ്ഗത്തിൽ കൂടെ എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് ചിന്തിക്കണമെങ്കിൽ കറക്റ്റ് പ്രാക്ടിക്കലായിട്ട് ചെയ്താൽ ഇതെല്ലാം വലിച്ചു പൊളിച്ച് ചെയ്യണം. ഒരു മടിയനാണെങ്കിൽ ഇത് വലിച്ചു പൊളിക്കില്ല. അപ്പോൾ എങ്ങനെ ഇതിനകത്ത് ഉടായ്പ കൂടെ, അതായത് ബൈപ്പാസിൽ കൂടെ എങ്ങനെ ഇത് ആ സാധനം ശരിയാക്കാൻ പറ്റും എന്ന് ഒരു മടിയനെ മാത്രം ചിന്തിക്കാം, എന്നെ പോലെ. കാര്യം നമ്മളൊരു സാധനം കിട്ടിയാൽ അത് മൊത്തം വലിച്ചു പൊളിച്ച് ചെയ്താൽ ഒരു ദിവസം ഒരെണ്ണം തീരുള്ളൂ. അതിനിപ്പോൾ നമ്മൾ ഒരു സ്വിച്ച് പോയി, ആ സ്വിച്ച് നമുക്ക് കിട്ടൂല. ഇനി ആ സ്വിച്ച് നമ്മൾ വരുത്തി കൊടുക്കാമെന്ന് പറഞ്ഞാൽ വരെയും കൊടുക്കുകയും പറ്റും. ആ സ്വിച്ചിന് വരെ എന്ത് വയ്ക്കാൻ പറ്റും എന്ന് ചിന്തിക്കുക. അത് എളുപ്പം മാർഗ്ഗമെന്ന് ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും അങ്ങനെ ഇത് കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കണമെന്നാണെങ്കിൽ അങ്ങനെ ചെയ്യും. ഒരു നല്ലൊരു മടിയനാണെങ്കിൽ ഇതിനെങ്ങനെ ഉടായ്പ കൂടെ പണി ചെയ്തെടുക്കാം, അങ്ങനെ ചിന്തിച്ചാൽ മാത്രമേ വിജയിക്കൂ. അതുകൊണ്ട് എനിക്ക് എൻ്റെ കൂടെ പഠിക്കാൻ പറഞ്ഞ ഒരാൾ ഒരു നല്ലൊരു
മടിയാണെങ്കിൽ അവൻ വിജയിക്കും, ജീവിതത്തിൽ വിജയിക്കും. ഇല്ലേ അവൻ എത്ര വർഷം കിടന്ന് പണിതാലും വിജയം എത്താൻ വലിയ പാടാണ്. കാരണം ചില സാധനങ്ങൾ കിട്ടൂല, ഇതിൻ്റെ ഒരുപാട് ഐറ്റങ്ങൾ കിട്ടാതെ ഉണ്ട്. ആ കിട്ടാതെ വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ വിജയം.